ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോർഡ് മസ്താങ് GT-Dയെ പറ്റിയാണ്. മസ്താങ് GT-D നിന്ന് ഫോർഡ് ഉദ്ദേശിക്കുന്നത് ഒരു സബ് 7 മിനിറ്റ് ടൈം നെർബോറിങ്ങിൽ ഇടാനാണ്. കറന്റ് നെർബോറിംഗ് ലാപ്പ് ടൈം നോക്കുകയാണെങ്കിൽ ഫാസ്റ്റസ്റ്റ് കാറിനുള്ള ടൈം കീപ്പ് ചെയ്യുന്നത് മെഴ്സീഡീസിൻ്റെ AMG 1ഉം സെക്കൻഡ് പൊസിഷനിൽ പോർഷ 911 GT2 RS മാന്തി റേസിംഗും തേർഡ് പൊസിഷനിൽ മക്ലാരൻ്റെ P1 LMഉം ഫോർത്ത് പൊസിഷനിൽ മെഴ്സീഡീസിൻ്റെ AMG GT ബ്ലാക്ക് സീരീസുമാണ്. സോ മസ്താങ് GT-D മെയിൻലി കോമ്പറ്റീഷൻ ചെയ്യാൻ പോകുന്നത് മെഴ്സീഡീസ് AMG GT ബ്ലാക്ക് സീരീസായിട്ടും പോർഷ 911 GT3 RSുമായിട്ടുമാണ്. GT-D എന്ന പേരിലേക്ക് വരുവാണെങ്കിൽ IMSA റേസിംഗിൽ GT3 കാർസ് റേസ് ചെയ്യുന്ന കാറ്റഗറിയാണ് GT-D. GT-Dയുടെ എഞ്ചിനിലേക്ക് വരുവാണെങ്കിൽ ഷെൽബി GT500 കണ്ട 5.2 ലിറ്റർ സൂപ്പർ ചാർജ്ഡ് V8 എഞ്ചിൻ തന്നെയാണ് ഫോർഡ് GT-Dയിലും യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ GT-Dയിലേക്ക് വരുമ്പോൾ ആ എഞ്ചിൻ അറൗണ്ട് 800+ ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫോർഡ് ആ എഞ്ചിന് ഒരു ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഗിയർ ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഒരു 8 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസാക്ഷൻ ഗിയർ ബോക്സ് ആണ് ഫോർഡ് GT-Dക്ക് കൊടുത്തിരിക്കുന്നത്. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ റിയറിലായിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ കാർബൺ ഫൈബർ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രൈവ് ഷാഫ്റ്റും ഫോർഡ് GT-Dക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്തുവാന്ന് വെച്ചാൽ ഒരു 50-50 വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ ലഭിക്കും. GT-Dയുടെ സസ്പെൻഷനിലേക്ക് വരുവാണെങ്കിൽ ഒരു പുഷ് റോഡ് സസ്പെൻഷൻ സിസ്റ്റമാണ് ഫോർഡ് GT-Dക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്മോൾ വാൽവ് അഡാപ്റ്റീവ് ഡാമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഡാമ്പിംഗ് സിസ്റ്റം തന്നെയാണ് നമ്മൾ ഫോർഡ് GT-യിൽ കണ്ടിരിക്കുന്നത്. അഡാപ്റ്റീവ് ഡാമ്പേഴ്സിൻ്റെ അഡ്വാൻറ്റേജിലേക്ക് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ഡ്രൈവ് മോഡിനനുസരിച്ച് വണ്ടിയുടെ റൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർഡ് GT കണ്ട പോലെ തന്നെ GT-Dക്കും ട്രാക്ക് മോഡിലേക്ക് പോകുമ്പോൾ അറൗണ്ട് 40 മില്ലിമീറ്ററോളം ലോവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഡൗൺ ഫോഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ റിയറിലേക്ക് വരുമ്പോൾ ഒരു ഹ്യൂജ് വിങ് ഫോർഡ് GT-Dക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ DRS സിസ്റ്റവും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. DRSനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. അതുപോലെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ മൂവബിൾ ഫ്ലാപ്സ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഡൗൺ ഫോഴ്സും എയർ ഫ്ലോയും സ്മൂത്ത് ആക്കുന്നു. വണ്ടിയുടെ ട്രാക്ക് വിഡ്ത്തിനെ പറ്റി പറയുവാണെങ്കിൽ നോർമൽ മസ്താങ്ങിനെക്കാളും 4 ഇഞ്ചസോളം വൈഡറാണ് റിയറിൽ. GT-Dയുടെ ബോഡിയിലേക്ക് നോക്കുവാണെങ്കിൽ ഡോർസും റൂഫ് റെയിൽസും ഒഴിച്ചു നിർത്തിയ ബാക്കി ഫുള്ളും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കാർബൺ ഫൈബറിലാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 20 ഇഞ്ച് ലൈറ്റ് വെയ്റ്റ് മാഗ്നീസിയം വീൽസും കാർബൺ സെറാമിക് ബ്രേക്സും ടൈറ്റേനിയം എക്സോ സിസ്റ്റവും ഫോർഡ് GT-Dക്ക് കൊടുക്കുന്നുണ്ട്. സോ GT-Dയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. GT-D ആണോ മെഴ്സീഡീസ് AMG GT ബ്ലാക്ക് സീരീസ് ആണോ ഓർ പോർഷ 911 GT3 RS ആണോ നിങ്ങളുടെ ഫേവറേറ്റ് എന്നുകൂടി കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് അപ്പോൾ അറിയുന്നതിനായി ടോർക്കി ടോക്സ് എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയറും ചെയ്തു കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.